ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് ആ പരമാത്മാവ് മാത്രമേ ഉള്ളൂ. നമ്മൾ 6 ദർശനം പഠിക്കുമ്പോഴും അടിസ്ഥാനപരമായി അറിയേണ്ടത് ഇതാണ്. 6 ദർശനങ്ങളുടെയും പരമമായിരിക്കുന്ന സിദ്ധാന്തം ഈ ഉപനിഷത് ദർശനമാണ്, ഈ വേദമന്ത്ര ദർശനമാണ്. സർവത്ര നിറഞ്ഞു നിൽക്കുന്നു അഖണ്ഡമായ ആ ഈശ തത്വം. അതിൽ ഇതെല്ലാം ഉണ്ടാകുന്നു. ആ ഈശൻ സങ്കല്പിച്ചു ഞാൻ പലതായി തീരട്ടെ എന്ന്. ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ പലതായി തീരട്ടെ എന്ന് ഈശൻ സങ്കല്പിക്കുന്നതിന് മുമ്പ് ഈശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമതൊന്നുമില്ല, ഈ കാണായതൊന്നുമില്ല. അവൻ സങ്കല്പിച്ചു ഞാൻ പലതായി തീരട്ടെ എന്ന്. ആ സങ്കല്പം അതാണ് പ്രകൃതി, മൂലപ്രകൃതി. ആ മൂലപ്രകൃതി സ്പന്ദിച്ചുയരുന്നു. ആ മൂലപ്രകൃതി ഈശനിൽ നിന്ന് വേറെ ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് നമുക്ക് ഉറപ്പായി പറയാൻ പറ്റൂല. വേറെ അല്ലെന്നും പറയാൻ പറ്റൂല. അങ്ങനെ നമ്മുടെ ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ് അവിടുത്തെ കാര്യങ്ങൾ. മന്ത്രദ്രഷ്ടാക്കളായ ഋഷിമാര് അതെല്ലാം നേരിട്ട് കണ്ടു പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. ആ മന്ത്രങ്ങളിലൂടെ പറഞ്ഞു. ആ മന്ത്രങ്ങൾ ക്രമേണ നാം ശീലിച്ചു വരുമ്പോൾ അതെല്ലാം നമുക്ക് നമ്മുടെ ബോധമണ്ഡലത്തിൽ തെളിഞ്ഞു വരും. അതെല്ലാം ശീലിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദർശനങ്ങൾ. അതിൽ തന്നെ നാം ഇപ്പോൾ പഠിക്കുന്നതായ ഈ യോഗദർശനം നമ്മെ ആ ഈശനുമായി ഒന്നാക്കി തീർക്കുന്നതാണ് യോഗദർശനം. യോഗം എന്ന് പറഞ്ഞാൽ ചേർച്ച എന്നർത്ഥം. ചേർച്ച ഉണ്ടാകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 2 വസ്തുക്കൾ വേണം. ഒരു വസ്തു മാത്രമേ ഉള്ളൂ എങ്കിൽ യോഗമില്ല, യോഗത്തിന്റെ കാര്യമില്ല. അത് വേറെ ഏതിനോട് ചേരാൻ രണ്ടാമതൊരു വസ്തു ഇല്ലല്ലോ. ഈശൻ മാത്രമായിരിക്കുമ്പോൾ അവിടെ യോഗത്തിന്, യോഗശബ്ദത്തിന്, യോഗം എന്നുള്ള അർത്ഥത്തിന്, ചേർച്ച എന്നുള്ള അർത്ഥത്തിന് ഒരു പ്രസക്തിയില്ല. പലതുള്ളപ്പോഴാണ് യോഗം പ്രസക്തമാകുന്നത്. യോഗത്തിന് 2 വസ്തുക്കൾ വേണം ചേർച്ചയ്ക്ക്. യോഗശബ്ദത്തിന്റെ അർത്ഥം അതാണ് ചേർച്ച. 2 വസ്തുക്കളുടെ ചേർച്ച, അതാണ് യോഗം. അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോഴേക്കും നമ്മൾ പറയും കമ്മിറ്റി യോഗം, പൊതുയോഗം. ഈ വാക്കുകളുടെ പ്രയോഗം വരുന്നത് അങ്ങനാണ്. അനേകം പേര് ഒരുമിച്ച് കൂടുന്നു. ഒന്നുകിൽ കമ്മിറ്റിയായി കൂടുന്നു, അല്ലെങ്കിൽ പൊതുയോഗമായി കൂടുന്നു. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളുടെ പൊതുയോഗമുണ്ടാകും. ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടും. അതാണ് യോഗം. അത്രയും ആളുകളുടെ ചേർച്ച. ഒരു പ്രത്യേക കാര്യത്തിനായിട്ട്, ഒരു പ്രത്യേക ചിന്താപദ്ധതിയുമായിട്ട് അവർ ഒരുമിച്ച് നിൽക്കുന്നു. അവരുടെ മാനസികാവസ്ഥ അപ്പോൾ ഒരുമിച്ചിട്ടാണ്. അതാണ് അനേക വസ്തുക്കൾ ചേരുമ്പോഴാണ് യോഗം. ഇവിടെ ഈ വേദാന്ത ദർശനത്തിൽ, ഈ 6 ദർശനത്തിലും യോഗം എന്നുള്ള ഒരു പ്രത്യേക അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
ഏതാ അർത്ഥത്തിലെന്ന് ചോദിച്ചാൽ ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ചേർച്ച. ആദ്യം പറഞ്ഞ ഈശനുണ്ടല്ലോ, അദ്ദേഹമാണ് പരമാത്മാവ്. ആ ഈശനെ വേദാന്തശാസ്ത്രം, അതേപോലെ ഉപനിഷത്തും വേദമന്ത്രങ്ങളും ഒക്കെ പല പേരുകൾ കൊണ്ട് നമുക്ക് പരിചയപ്പെടുത്തി തരും. ഈശനെന്ന് പറഞ്ഞു ഈശാവാസ്യോപനിഷത്ത്. എന്നാൽ മാണ്ഡൂക്യോപനിഷത്ത് ഓം എന്ന് പറയും. അനേകം ഉപനിഷത്തുകൾ, എല്ലാ ഉപനിഷത്തുകളും ഓം എന്നും പറയും ആ പരമാത്മാവിനെ. അതേപോലെ ബ്രഹ്മമെന്ന് പറയും, പരബ്രഹ്മമെന്ന് പറയും, ആത്മാവെന്ന് പറയും, പരമാത്മാവെന്ന് പറയും. പല ഗ്രന്ഥങ്ങളും ഈശ്വരൻ എന്ന് പറയും. ഇങ്ങനെ പല പേരുകൾ ആ ഒരേ ഒരു പരമതത്വത്തിന്. ആ തത്വം ചേതനനാണ്, ആ തത്വം ആനന്ദരൂപമാണ്, ആ തത്വം ജ്ഞാനരൂപമാണ്. ആ തത്വത്തിന്, ആ ഈശന്, ആ ബ്രഹ്മത്തിന്, ആ ഓങ്കാരത്തിന് യാതൊരു മാറ്റവുമില്ല, യാതൊരു നാശവുമില്ല. അങ്ങനെ ജനിമൃതികളില്ലാത്ത സത്യസ്വരൂപമായ, അതുകൊണ്ടത് സത്താണ്. ജ്ഞാനസ്വരൂപമായ, അതുകൊണ്ടത് ചിത്താണ്. ആനന്ദസ്വരൂപമായ, അതിനാൽ അത് ആനന്ദമാണ്. അങ്ങനെ സച്ചിദാനന്ദമാണ്, സച്ചിദാനന്ദമായ പരബ്രഹ്മവസ്തു. അതിനോട് നാം ആയിരിക്കുന്ന ജീവാത്മാവിൻ്റെ ചേർച്ച, അതാണ് യോഗം. നാം എല്ലാം ജീവാത്മാക്കളാണ്. ആ ജീവാത്മാവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദാന്തശാസ്ത്രം നമുക്ക് പരിചയപ്പെടുത്തി തരും. ആ പരമാത്മാവിൻ്റെ പ്രതിബിംബം, അല്ലെങ്കിൽ അതിൻ്റെ ഒരംശം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ഫുലിംഗം, തീയുടെ സ്ഫുലിംഗം പോലെ, തീപ്പൊരി പോലെ. ഇതൊക്കെ അപര്യാപ്തമാണ് ഈ വിശദീകരണങ്ങൾ. അത് ഈ യോഗപദ്ധതിയിലൂടെ ധ്യാനത്തിൻ്റെ മണ്ഡലവും കടന്ന് സമാധി മണ്ഡലത്തിലെത്തുമ്പോഴേക്കും അതിൻ്റെ പൂർണ്ണമായ സത്യനിഷ്ഠമായ രൂപത്തിൽ പ്രത്യക്ഷമായി അനുഭവപ്പെടും. വാക്കുകൾ കൊണ്ട് അതിനെ പറഞ്ഞറിയിക്കാൻ പറ്റൂല. വാക്കുകൾ പരിമിതയോടുകൂടിയതാണ്. വാക്കുകൾ കൊണ്ട് പരമാവധി ഇത്രയൊക്കെ പറയാൻ പറ്റൂ. ഈ പറഞ്ഞതിൽ കൂടി നാം മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ യഥാർത്ഥ രൂപത്തിലെത്തും. അപ്പോഴാണ് ജീവാത്മാവെന്ത്, പരമാത്മാവെന്ത് എന്ന് പ്രത്യക്ഷമായി അറിയുക. ആ പരമാത്മാവിൻ്റെ പ്രതിബിംബം, അതാണ് ജീവാത്മാവ്. അതെവിടെ ഇരിക്കുന്നു? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്നു. ആ ജീവാത്മാവിനെ നാം അറിയുന്നുണ്ട്, പ്രത്യേക രീതിയിൽ അറിയുന്നു. എങ്ങനെ? ഞാനെന്നറിയുന്നു. ഞാൻ എന്നുള്ളതിന് അഹങ്കാരം എന്ന് ശാസ്ത്രം നമ്മെ വിശദീകരിച്ച് കേൾപ്പിക്കും. അഹങ്കാരം, ഞാൻ എന്നുള്ളതായ ഭാവം. അങ്ങനെ ഞാനെന്നറിയുന്നു. ആ ഞാനിനെ നമ്മൾ പല പ്രകാരത്തിൽ ധരിക്കുന്നു. ആ ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു, ഞാൻ മണക്കുന്നു, ഞാൻ രുചിക്കുന്നു, ഞാൻ നടക്കുന്നു, ഞാൻ ഇരിക്കുന്നു, ഞാൻ ഈ ജോലി ചെയ്യുന്നു, ഞാൻ ഉറങ്ങുന്നു, ഞാൻ സ്വപ്നം കാണുന്നു, ഞാൻ ഉണർന്നെണീൽക്കുന്നു. ഇങ്ങനെ ഞാൻ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു എന്നൊക്കെ നാം ഇങ്ങനെ നിരന്തരം ചിന്തിച്ചുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും ഇരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ആ ഞാനിനെ കൃത്യമായിട്ട് അറിയുന്നില്ല. അവിടെയാണ് യോഗ ആവശ്യമായി വരുന്നത്. ആ ഞാനിനെ അതിൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ അറിയുന്നില്ല. ഒരു ഏകദേശ ജ്ഞാനം, എങ്ങനെ പ്രവർത്തിക്കുന്നവനായി, ചിന്തിക്കുന്നവനായി, നടക്കുന്നവനായി, ഇരിക്കുന്നവനായി, എഴുതുന്നവനായി ഒക്കെയാണ് ഞാനിനെ അറിയുന്നത്. അങ്ങനെ ആ ഞാനിൻ്റെ ശരിയായ സ്വരൂപത്തിൽ ഇല്ലാത്തതായ പലതിനെയും അതിൽ ആരോപിച്ചാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ള ഞാനിനെ അറിയുന്നു. പല ഭൗതികമായ പ്രക്രിയകളുടെയും ആരോപത്തോട് കൂടിയ ഞാനിനെ അറിയുന്നു. ഈ ആരോപങ്ങളെല്ലാം മാറ്റണം. എന്തിനൊക്കെയാണോ ഈ ഞാനിൻ്റെ പുറത്ത് നമ്മൾ കെട്ടിവെച്ചത് അതിനെയൊക്കെ മാറ്റണം.
അതിനെല്ലാം മാറ്റിയിട്ട് ശുദ്ധമായ ഞാനിനെ കാണണം. അതിനു വേണ്ടിയിട്ടാണ് യോഗ. നമ്മൾ മേശപ്പുറത്തിരിക്കുന്നതായ കടലാസ് ഫാനിടുമ്പോഴേക്കും കാറ്റ് തട്ടിയിട്ട് പറന്നു പോകാതിരിക്കാൻ വേണ്ടി പേപ്പർ വെയിറ്റ് വയ്ക്കും. കണ്ണാടി കൊണ്ട് നിർമ്മിച്ചതായ പേപ്പർ വെയിറ്റുകൾ ധാരാളം ഉപയോഗത്തിലുണ്ട്. മനോഹരങ്ങളായ ചിത്രപ്പണികളൊക്കെ അതിനകത്തുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള പേപ്പർ വെയിറ്റുകൾ ലഭിക്കും. ആ ചിത്രപ്പണി ഒന്നുമില്ലാത്ത ശുദ്ധമായ കണ്ണാടി കട്ട അതും ഉണ്ടാകും പേപ്പർ വെയിറ്റ്. ആ കണ്ണാടി കട്ടയെ കയ്യിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഒരു നിറവുമില്ല. അതിനെ നമ്മൾ ചുവന്ന നിറമുള്ള പേപ്പറിന്റെ പുറത്ത് വെച്ചാൽ അതിന് ചുവന്ന നിറം വരും. ചുവന്ന നിറം അതിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് തോന്നും. പച്ച നിറമുള്ള പേപ്പറിന്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പച്ച നിറം തോന്നും. അതേപോലെ മഞ്ഞ നിറമുള്ള കടലാസിന്റെ പുറത്ത് വെച്ചാൽ മഞ്ഞ നിറം തോന്നും. എടുത്തു കഴിഞ്ഞാൽ ഈ നിറമൊന്നുമില്ല. ഇതേപോലെയാണ് നമ്മുടെ ഈ ജീവനില് നമ്മൾ പലതും ആരോപിച്ച് കാണുന്നു. അപ്പോ നടക്കുന്നവനായി, ഇരിക്കുന്നവനായി, ഓടുന്നവനായി, ചാടുന്നവനായി, ദേഷ്യപ്പെടുന്നവനായി, സന്തോഷിക്കുന്നവനായി, ദുഃഖിക്കുന്നവനായി ഒക്കെയുള്ള ഞാനിനെ കാണുന്നു. ഇതൊക്കെ ആരോപിച്ച, ഈ ദുഃഖത്തെയും സന്തോഷത്തെയും ഒക്കെ ആരോപിച്ചാ കാണുന്നത്. ശുദ്ധമായ ഞാനിനെ കാണുന്നില്ല. കണ്ണാടിയിൽ ഇങ്ങനെ വച്ചിരിക്കുന്നതായ പ്രതലത്തിന്റെ വർണ്ണഭേദമനുസരിച്ചിട്ട് പല നിറങ്ങളോടുകൂടി നാം കണ്ണാടിയെ കണ്ടു. ആ നിറങ്ങൾ മാറ്റിക്കാണാൻ എന്താ മാർഗം? കണ്ണാടിയെ, ആ പേപ്പർ വെയിറ്റിനെ അവിടെ നിന്നിട്ട് എടുക്കണം. എടുത്തു നോക്കുമ്പോൾ അതിലൊരു നിറവുമില്ല. ഇതേപോലെ നമ്മുടെ ആ ശുദ്ധമായിരിക്കുന്ന ആത്മസ്വരൂപത്തെ ഈ പറഞ്ഞ കോലാഹലങ്ങളിൽ നിന്ന് വേർപെടുത്തി മാറ്റിയെടുക്കണം. മാറ്റിയെടുക്കുമ്പോഴേക്കും അതിന് ഈ പറഞ്ഞ ഓടുക, ചാടുക, പ്രവർത്തിക്കുക, ദേഷ്യപ്പെടുക, ദുഃഖിക്കുക തുടങ്ങിയ കോലാഹലങ്ങളൊന്നും അതിനില്ല. ഇതുമായിട്ടൊന്നും അതിനൊരു ബന്ധവുമില്ല. അത് ഒന്നുമായും ബന്ധപ്പെടാതെ, യാതൊരു അഴുക്കും പുരളാതെ, യാതൊരു കറയും പുരളാതെ ജ്ഞാനഘനമായി, ആനന്ദഘനമായി നിൽക്കുന്ന നമ്മുടെ യഥാർത്ഥ സ്വരൂപമായി അനുഭവപ്പെടും. അപ്പോഴാ മനസ്സിലാക്കുന്നത് ഇത് ഈ ജീവാത്മാവ് പരമാത്മാവ് തന്നെയാണ് എന്ന്. നേരത്തെ നമ്മൾ പഠിച്ചല്ലോ, ഈശൻ, എല്ലാത്തിൻ്റെയും ഉള്ളിലും പുറമേയും നിറഞ്ഞു നിൽക്കുന്ന ഈശൻ, സച്ചിദാനന്ദ സ്വരൂപൻ. ആ സച്ചിദാനന്ദ സ്വരൂപൻ തന്നെയാണ് എൻ്റെ ഉള്ളിലും ഇരിക്കുന്ന ഈ ജീവൻ എന്നറിയുന്നത് അപ്പോഴാണ്. ആ സച്ചിദാനന്ദ സ്വരൂപൻ തന്നെയാണ് ഈ ജീവൻ. ആകെ വന്ന വ്യത്യാസം, ഈ ജീവനിൽ നമ്മൾ ഈ പ്രാപഞ്ചികമായിട്ടുള്ള കോലാഹലങ്ങളെയെല്ലാം ആരോപിക്കുന്നു. ആരോപിച്ചപ്പോഴേക്കും ആ കോലാഹല രൂപത്തിലാണ് ഈ ജീവനെ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇതിന് പരമാത്മാവെന്ന് പറയാതെ ജീവാത്മാവ് എന്ന് പറഞ്ഞത്. ഈ ബഹളങ്ങളുടെ രൂപത്തിലാ കാണുന്നത്. ആ ബഹളങ്ങളിൽ നിന്നിട്ട് ഇതിനെ മാറ്റുമ്പോഴേക്കും അതിനെ ശുദ്ധരൂപത്തിൽ കാണാം, ആനന്ദപൂർണമായി കാണാം. ആനന്ദം മാത്രം അത്, ജ്ഞാനം മാത്രം അത്, ജനിമൃതികളില്ലാത്ത അനശ്വരത മാത്രമാ അത്. ഈ അനശ്വരത അഥവാ സത്സ്വരൂപം, ജ്ഞാനം അഥവാ ചിത്സ്വരൂപം, ആനന്ദം അഥവാ ആനന്ദസ്വരൂപം, ഇത് മൂന്നായിട്ടല്ല നിൽക്കുന്നേ, ഒന്നായിട്ടാണ് നിൽക്കുന്നേ. ഇത് മൂന്നായിട്ട് പറഞ്ഞു. കാരണം ഭാഷയ്ക്ക് അത്രയേ പറ്റൂ. ഇതിനെ മൂന്നായിട്ട് നമ്മൾ ചിന്തിക്കുന്നു. എന്തുകൊണ്ട്? മനസ്സിന് അത്രയേ പറ്റൂ. ഇതിനെ ഒന്നായിട്ട് ചിന്തിക്കാൻ, ഒന്നായിട്ട് അനുഭവിക്കാൻ മനസ്സിന് പറ്റില്ല. മനസ്സിനും അപ്പുറത്ത് നമ്മൾ ചെല്ലണം. അതാണ് യോഗത്തിന്റെ മാർഗം. രാജയോഗത്തിന്റെ മാർഗം അതാണ്. മനസ്സിന്റെ അപ്പുറത്ത് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് ഇതൊന്നായി അഖണ്ഡ സച്ചിദാനന്ദമായി നിൽക്കുന്നത്. അവിടെ ഞാനെന്നുള്ള ജീവാത്മാവും ആ പരമാത്മാവും ഈശനും രണ്ടല്ല, ഒന്ന് മാത്രമാണ്. അങ്ങനെ ഈ ജീവാത്മാവിന്റെയും പരമാത്മാവിന്റെയും ഐക്യം, അതാണ് യോഗം.
ആ യോഗത്തെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 6 ദർശനങ്ങളും. ഈ 6 ദർശനങ്ങളിൽ നമ്മുടെ മനസ്സിന് ഇണങ്ങുന്നത് ഏതിനെ വേണമെങ്കിലും പിന്തുടരാം. പക്ഷെ ഒരു കാര്യം അറിഞ്ഞുകൊള്ളുക, ഏത് ദർശനത്തെ പിന്തുടർന്നു കഴിഞ്ഞാലും ആ ദർശനത്തിനകത്ത് മറ്റ് 5 ദർശനങ്ങൾ കൂടിയിരിപ്പുണ്ട്. ഒരു ദർശനത്തെ മറ്റൊന്നുമായും പുരളാതെ മാറ്റിയെടുക്കാൻ പറ്റൂല. സകല ദർശനങ്ങളും ആദാനപ്രദാനങ്ങൾ ധാരാളമായി ചെയ്ത് പരസ്പര പോഷകമായിട്ടാണ് നിൽക്കുന്നത്. ബാഹ്യരൂപത്തിൽ അത് വേറെ വേറെ എന്ന് തോന്നും. അതുകൊണ്ട് 6 പേര് പറഞ്ഞു. ഓരോന്നിനെയും എടുത്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അവരവരുടെ മനസ്സിന് ഇണങ്ങുന്നതായ ദർശന പദ്ധതിയിലൂടെ പോകണം. ആ ദർശന പദ്ധതികളെല്ലാം നമ്മെ ഒരൊറ്റ തലത്തിലാണ് കൊണ്ടെത്തിക്കുന്നത്, ഈ യോഗത്തിൽ, ജീവാത്മ പരമാത്മ ഐക്യത്തിൽ. നാം തന്നെയായിരിക്കുന്ന ജീവാത്മാവിനെ ഏതു പ്രകാരത്തിലൊക്കെയാണ് ധരിക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞു. കുറെ കൂടി എളുപ്പത്തിൽ മനസ്സിലാകുന്ന വേറൊരു പ്രകാരം പറയാം. നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ് എന്ന്. അപ്പൊ നാം എന്തു പറയും? എന്റെ പേര് കൃഷ്ണൻ നായർ എന്നാണ് എന്ന് പറയും. ഓരോരുത്തരും അവരവരുടെ പേര് പറയും. അപ്പോ ആ ആള് പറയും, താങ്കളുടെ പേരല്ല ചോദിച്ചത്, താങ്കൾ ആരാണ് എന്നാണ് ചോദ്യം. പേര് വേറെ, ആള് വേറെ. കൃഷ്ണൻ എന്നുള്ള പേരുള്ള ആളുകൾ ലക്ഷക്കണക്കിനുണ്ട്. അതുകൊണ്ടാണ് അത് ഏതെങ്കിലും ഒരാളിൽ മാത്രം നിൽക്കുന്ന പേരല്ല. അതാണ്, പേര് വേറെയാണ്, ആള് വേറെയാണ്. ഇത്രയും ആളുകൾക്ക് ഒരേ പേരാണ്, ഒരാളാണോ ഉള്ളത്? അല്ല. അപ്പോൾ ആളിനും പേരിനും തമ്മിൽ വ്യത്യസ്തതകളുണ്ട്. താങ്കളുടെ പേരല്ല, താങ്കൾ ആരെന്നാണ് ചോദ്യം. അപ്പോ സാധാരണയായിട്ട് ആരും പറയാം, ഞാൻ ഈ ശരീരമാണ്. ഈ ശരീരത്തെ നാമായിട്ട് ധരിച്ചു വച്ചിരിക്കുന്നു. അത് സ്വാഭാവികമാണ്. അനേക ജന്മങ്ങളിലൂടിയിട്ട് നമ്മുടെ മനസ്സിൽ ഉറച്ചു പോയിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ്.